എല്ലാവർക്കും ഹെൽത്ത് ഇൻസ്പെക്ടർ ക്യൂവിന്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ കുമാർ. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പരീക്ഷ ഇങ്ങ് അടുത്തെത്തി, ഇനി പഠിക്കാൻ നേരമില്ല. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലേ തീർക്കാൻ പറ്റൂ. ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്, ഒരുപാട് കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പഠിച്ചു തുടങ്ങുക ഇപ്പോഴെങ്കിലും. ഇനിയെങ്കിലും പഠിക്കുക, തീരെ സമയമില്ല ഇനി നമുക്ക്. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ആണ്. നമ്മുടെ സെക്കൻഡ് ഇയർ സൈക്കോളജിയിൽ വരുന്ന പേപ്പർ 4 സൈക്കോളജിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ലേണിംഗ്. അപ്പൊ നമുക്ക് ലേണിംഗ് പഠിക്കാം, പോവാം. അപ്പം നമുക്ക് ലേണിംഗിന്റെ ഡെഫിനിഷൻ പഠിക്കണം. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ലേണിംഗിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിക്കും. ലേണിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ തിയറീസ് ഓഫ് ലേണിംഗ് നമ്മൾ പഠിക്കും. മൂന്നാമത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്. ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം ഓരോന്നായിട്ട്. ഒന്നാമത്തെയാണ് ലേണിംഗിന്റെ ഡെഫിനിഷൻ. എന്താണ് ലേണിംഗിന്റെ ഡെഫിനിഷൻ? ലേണിംഗ് ഈസ് ദ അക്വസിഷൻ ഓഫ് ന്യൂ ബിഹേവിയർ ഓർ സ്ട്രെങ്തനിങ് ഓർ വീക്കനിങ് ഓഫ് ഓൾഡ് ബിഹേവിയർ ആസ് എ റിസൾട്ട് ഓഫ് ന്യൂ എക്സ്പീരിയൻസ്. ഒരു പുതിയൊരു എക്സ്പീരിയൻസിന്റെ റിസൾട്ടായിട്ട് ഫലമായിട്ട് നമ്മളെ ഉള്ള ഒരു ബിഹേവിയറിനെ സ്ട്രെങ്തൻ ചെയ്യുകയോ വീക്കൻ ചെയ്യുകയോ ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു ബിഹേവിയർ ആർജിച്ചെടുക്കുക. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പുതിയ സാധനം പഠിക്കുക, നമ്മളൊരു എക്സ്പീരിയൻസിലൂടെ പുതിയൊരു ബിഹേവിയർ നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഉള്ള ഒരു ബിഹേവിയർ അതൊരു മോശം ബിഹേവിയർ, അത് നമുക്ക് മാറ്റണം. അപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസിലൂടെ അതിനെ വീക്കൻ ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലേണിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗിന്റെ മറ്റൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. ലേണിംഗ് ഈസ് ദ അക്വസിഷൻ ഓഫ് നോളജ്, ഹാബിറ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോളജ് അല്ലെങ്കിൽ ഹാബിറ്റ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഒക്കെ അച്ചീവ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ആർജിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലേണിംഗ് എന്ന് പറയുന്നത്. അതിൽ ഈ ലേണിംഗ് ഈസ് ദ അക്വസിഷൻ ഓഫ് നോളജ് എന്ന് പറയുന്ന സാധനം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ലേണിംഗ് ഈസ് ദ അക്വസിഷൻ ഓഫ് നോളജ് എന്ന് പറയുന്നത് എന്താണ്? പ്രീവിയസ് ഇയറിൽ 1 വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കുക. ലേണിംഗ് ഈസ് ദ അക്വസിഷൻ ഓഫ് നോളജ്, ഹാബിറ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. മൂന്നാമത്തെ ഡെഫിനിഷൻ നോക്കിയേ. ലേണിംഗ് ഈസ് ദ റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ബ്രോട്ട് അബൌട്ട് ബൈ എക്സ്പീരിയൻസ്. ഒരു എക്സ്പീരിയൻസിന്റെ ഫലമായിട്ട് നമ്മുടെ ബിഹേവിയറിൽ ഒരു പെർമനന്റ് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേര് എന്താണ്? ലേണിംഗ് എന്ന് പറയും. ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ലേണിംഗ് എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ 3 ഡെഫിനിഷൻ പഠിച്ചു. ലേണിംഗിന്റെ 3 ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? ഒന്നാമത്തെ സാധനം എന്തുവാ? ലേണിംഗ് ഈസ് ദ അക്വസിഷൻ ഓഫ് ന്യൂ ബിഹേവിയർ ഓർ സ്ട്രെങ്തനിങ് ഓർ വീക്കനിങ് ഓഫ് ഓൾഡ് ബിഹേവിയർ ആസ് എ റിസൾട്ട് ഓഫ് ന്യൂ എക്സ്പീരിയൻസ്. രണ്ടാമത് എന്തായിരുന്നു? ലേണിംഗ് ഈസ് ദ അക്വസിഷൻ ഓഫ് നോളജ്, ഹാബിറ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. മൂന്നാമത്തതോ? ലേണിംഗ് ഈസ് റിലേറ്റീവ്ലി എ പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ബ്രോട്ട് അബൌട്ട് ബൈ എക്സ്പീരിയൻസ്. പഠിച്ചു. അപ്പം 3 ഡെഫിനിഷൻ ഓക്കെ ആണ്, സെറ്റാണ്. അപ്പൊ നമുക്ക് പോവാം, അടുത്തയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞു? ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ലേണിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ തിയറീസ് ഓഫ് ലേണിംഗ് എന്നാണ്. ലേണിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ തിയറീസ് ഓഫ് ലേണിംഗ്, അതായത് ഈ ഒരു ടോപ്പിക്കിലെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം, ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് പറയാം, ഏറ്റവും ഇമ്പോർട്ടന്റ്, പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ലേണിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ തിയറീസ് ഓഫ് ലേണിംഗ്. അല്ലെങ്കിൽ മറ്റൊരു രീതി ചോദ്യം വരാം, ടൈപ്സ് ഓഫ് ലേണിംഗ് ബേസ്ഡ് ഓൺ ലേണിംഗ് മെത്തേഡ്സ്. അങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് ലേണിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ തിയറീസ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞത്. എസ്സേയുടെ ഭാഗമായിട്ടും എസ്സേയുടെ പാർട്ടായിട്ടും 5 മാർക്കിന്റെ ചോദ്യമായിട്ടും അങ്ങനെ പല തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ലേണിംഗ് മെത്തേഡ്സ്. അപ്പൊ നമ്മൾ അത്രയും ഇമ്പോർട്ടന്റ് കൊടുത്ത് തന്നെ അത് പഠിക്കണം. അപ്പൊ നോക്കാം ലേണിംഗ് മെത്തേഡ്സ്. അപ്പൊ തിയറീസ് ഓഫ് ലേണിംഗ് നമുക്ക് 6 തിയറി പഠിക്കാനുണ്ട്. എത്ര തിയറി പഠിക്കാനുണ്ട്? 6 തിയറി. ഏതൊക്കെയാ? ലേണിംഗ് ബൈ ട്രയൽ ആൻഡ് എറർ. ഒന്നാമത്തെ തിയറി ഏതാണ്? ലേണിംഗ് ബൈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. രണ്ടാമത്താണ് ലേണിംഗ് ബൈ ഇൻസൈറ്റ്. മൂന്നാമത്തത് ലേണിംഗ് ബൈ ഒബ്സർവേഷൻ. 4 ലേണിംഗ് ബൈ കണ്ടീഷനിങ്, ലേണിംഗ് ബൈ റിമെമ്പറിങ്, ആൻഡ് അവസാനത്തെ ഏതാണ്? ലേണിംഗ് ബൈ ഡൂയിങ്. ഏതൊക്കെയാ പറഞ്ഞേ. ലേണിംഗ് ബൈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, ലേണിംഗ് ബൈ ഇൻസൈറ്റ്, ലേണിംഗ് ബൈ ഒബ്സർവേഷൻ, ലേണിംഗ് ബൈ കണ്ടീഷനിങ്, ലേണിംഗ് ബൈ റിമെമ്പറിങ്, ലേണിംഗ് ബൈ ഡൂയിങ്. ഓക്കെ ആണോ? സെറ്റാണോ? ഈ 6 പേരും സെറ്റാണോ? ഈ 6 തിയറിയുടെ പേരും സെറ്റാണോ? ഏതൊക്കെയാ? ഒന്നുകൂടെ പറഞ്ഞേ. ലേണിംഗ് ബൈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, ലേണിംഗ് ബൈ ഇൻസൈറ്റ്, ലേണിംഗ് ബൈ ഒബ്സർവേഷൻ, ലേണിംഗ് ബൈ കണ്ടീഷനിങ്, ലേണിംഗ് ബൈ റിമെമ്പറിങ്, ലേണിംഗ് ബൈ ഡൂയിങ്. ഓക്കെ അല്ലേ? നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കിയാലോ.
ഒന്നാമത്തെയാണ് ലേണിംഗ് ബൈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. എന്താണ് ലേണിംഗ് ബൈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്? മക്കളെ, ഈ ലേണിംഗ് ബൈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കൊണ്ടുവന്നത് എൽ തോണ്ടൈക്ക് എന്ന് പറയുന്ന ആളാണ്. എൽ തോണ്ടൈക്ക് എന്ന് പറയുന്ന ആളാണ്. ആരാണ്? എൽ തോണ്ടൈക്ക്. അപ്പം എൽ തോണ്ടൈക്ക് എന്ന് പറഞ്ഞ ആളാണ് ആര് കൊണ്ടുവന്നത്? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കൊണ്ടുവന്നത്. ഈ പേര് ഓർത്തിരിക്കാനായിട്ട് ഒരു കോഡ് പറഞ്ഞു തരട്ടെ. അപ്പൊ നമ്മളൊക്കെ ചിക്കൻ കഴിക്കാറുണ്ടല്ലേ? ചിക്കൻ കഴിക്കാറുണ്ട്. അങ്ങനെ ഒരാള് ചിക്കൻ കഴിക്കാൻ ട്രൈ ചെയ്തപ്പോൾ, ട്രൈ ചെയ്തപ്പോൾ എല്ല് തൊണ്ടയ്ക്ക് കുടുങ്ങി. അപ്പം ഒരാൾ ചിക്കൻ കഴിക്കാൻ ട്രൈ ചെയ്തപ്പോൾ ആണ് എന്ത് കുടുങ്ങിയത്? എല്ല് തൊണ്ടയ്ക്ക് കുടുങ്ങിയത്. ചിക്കൻ കഴിക്കാൻ ട്രൈ ചെയ്തപ്പോഴാണ് എന്ത് കുടുങ്ങിയത്? എല്ല് തൊണ്ടയ്ക്ക് കുടുങ്ങിയത്. അപ്പൊ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കൊണ്ടുവന്ന ആളുടെ പേരെന്തുവാ? എൽ തോണ്ടൈക്ക് എന്ന് ആലോചിച്ചാൽ മതി. എല്ല് തൊണ്ടൈക്ക്. അപ്പൊ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കൊണ്ടുവന്ന ആരാണ്? എൽ തോണ്ടൈക്ക്. ഇയാൾ ചെയ്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാള് നമ്മുടെ പൂച്ച സാറിനെ എടുത്തു. ആരെടുത്തു? പൂച്ച സാറിനെ. അങ്ങനെ പൂച്ച സാറിനെ എടുത്തിട്ട് ഇയാൾ എന്ത് ചെയ്തെന്നറിയാവോ? പൂച്ച സാറിനെ ഒരു കൂട്ടിലങ്ങ് അടച്ചു. പൂച്ച സാറിനെ എന്ത് ചെയ്തു? ഒരു കൂട്ടിലിട്ടങ്ങ് അടച്ചു. പൂച്ച സാറിനെ കൂട്ടിലിട്ട് അടച്ച് നമ്മുടെ പാവം പൂച്ച സാർ ഇങ്ങനെ കൂട്ടിൽ വിഷമിച്ചിരിക്കുകയാണ്. വിശന്ന് വലഞ്ഞിരിക്കുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നറിയാവോ? പൂച്ച സാറിന്റെ കൂടിന്റെ വെളിയിലായിട്ട് ഒരു മീനെ കൊണ്ടുവച്ചു. എന്ത് ചെയ്തു വെച്ചു? ഒരു മീനെ കൊണ്ടുവച്ചു. അതായത് പൂച്ച സാറിനെ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു മീനെ കൊണ്ടുവച്ചു. ഇയാൾ ഈ കൂടിനകത്ത് ഒരു പണി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൂടിനകത്ത് ഒരു ലിവർ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ലിവറിൽ പിടിച്ച് വലിച്ചാൽ കൂട് ഓപ്പൺ ആവും. ഒരു ലിവർ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലിവറിൽ പിടിച്ച് വലിച്ച എന്ത് ചെയ്യും? കൂട് ഓപ്പൺ ആവും. ആ രീതിയിലാണ് അയാൾ ആ കൂട് സെറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മുടെ പൂച്ച സാർ ഈ മീനെ കണ്ടുള്ള വെപ്രാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിനകത്ത് കിടന്ന് ചാടാൻ തുടങ്ങി. അങ്ങനെ ചാടി ഏതോ ഒരു മൊമെന്റില് പൂച്ച സാർ ലിവറിൽ പിടിച്ചൊരു തട്ട് കൊടുത്തു. കൊടുത്തപ്പോഴേ കൂടെ എന്ത് ചെയ്തു? ഓപ്പണായി. കൂട് ഓപ്പൺ ആയതും പൂച്ച സാർ ചാടി വന്ന് മീൻ എടുത്ത് തിന്നു. നമ്മുടെ തൊണ്ടയിൽ കടങ്ങിയിരുന്നോ? വീണ്ടും പൂച്ച സാറിനെ പിടിച്ച് കൂട്ടിലടച്ചു. വീണ്ടും അയാൾ എന്ത് ചെയ്തു? മീനെ കൊണ്ടുവച്ചു. പൂച്ച സാറിന് വെച്ചതോ വീണ്ടും പൂച്ച സാർ ഇറന്ന് വെപ്രാളം കടിക്കാൻ തുടങ്ങി. അങ്ങനെ എപ്പോഴോ ഏതോ ഒരു ഭാഗത്തിന് സമയത്ത് നമ്മുടെ ലിവറിൽ പിടിച്ച് തട്ടി. അങ്ങനെ വീണ്ടും കൂട് തുറന്നു. മീനെ തിന്നു. വീണ്ടും പൂച്ച സാറ് പിടിച്ച് കൂട്ടിലിട്ടു. വീണ്ടും പൂച്ച സാർ വെപ്രാളം കാണിച്ച് തുറന്നു. അങ്ങനെ ഓരോ പ്രാവശ്യവും പൂച്ച സാറ് ട്രൈ ചെയ്യുന്നതിനനുസരിച്ച് ഈ തുറക്കുന്നതിന്റെ സ്പീഡ് കുറഞ്ഞു വന്നു. മനസ്സിലായി? വേഗം തുറക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനമായപ്പോ പൂച്ച സാറിന് മനസ്സിലായി ഈ ലിവറിൽ പിടിച്ച് തട്ടിയാലാണ് എന്ത് തുറക്കുന്നത്? ഈ കൂട് തുറക്കുന്നതെന്ന് ആർക്ക് മനസ്സിലായി? നമ്മുടെ പൂച്ച സാറിന് മനസ്സിലായി. അങ്ങനെ പൂച്ച സാർ എന്ത് ചെയ്തു? ആ ഒരു സംഭവം ലേൺ ചെയ്തു. അതായത് ആ ലിവറിൽ പിടിച്ച് വലിച്ചാൽ കൂട് തുറക്കും എന്നൊരു സാധനം ലേൺ ചെയ്തു. എങ്ങനെയാ ലേൺ ചെയ്തേ? കീപ് ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. പൂച്ച സാർ എന്ത് ചെയ്തു? ചുമ്മാതെ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. ട്രൈ. കേട്ടിട്ടില്ലേ? പൂച്ച സാറിനോട് ചോദിച്ചോ, പൂച്ച സാർ പറഞ്ഞു, ഞാൻ ട്രൈ ചെയ്തടാ. എന്റെ ട്രൈ കണ്ടവൾ വീണു എന്ന് പറയത്തില്ലേ? അതേപോലെ പൂച്ച സാർ എന്ത് ചെയ്തു? ട്രൈ ചെയ്തു. ആ ട്രൈ കണ്ട് കൂട് തുറന്നു. അങ്ങനെ വേരിയസ് റെസ്പോൺസസ് ട്രൈ ചെയ്തപ്പോഴാണ് ആ കൂട് തുറന്നത്. മനസ്സിലായോ? വേരിയസ് റെസ്പോൺസസ് ട്രൈ ചെയ്തപ്പോൾ ഇങ്ങനെ റാൻഡമായിട്ട് ഓരോ റെസ്പോൺസസ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് എന്ത് ചെയ്തത്? ആ കൂട് തുറന്നത്. അത് തന്നെയാണ് ആൾ ആ തിയറിയിലും പറയുന്നത്. കണ്ടോ? ഓർഗാനിസം സക്സസീവ്ലി ട്രൈസ് വേരിയസ് റെസ്പോൺസസ് ഇൻ എ സിറ്റുവേഷൻ സീമിംഗ്ലി അറ്റ് റാൻഡം അണ്ടിൽ വൺ സക്സസ്ഫുൾ ഇൻ അച്ചീവിംഗ് ദ ഗോൾ. ഒരെണ്ണം സക്സസ്ഫുൾ ആവുന്നിടം വരെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ഈ വേരിയസ് റെസ്പോൺസസ് ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. അത് റാൻഡമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ എന്ത് ചെയ്യും? ഒരു സക്സസ്ഫുൾ ഇതെത്തുമ്പോൾ ഇത് കൂടി തുറക്കും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യും. പിന്നെ ട്രൈ ചെയ്യുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? എയർലിയർ ആയിക്കൊണ്ടേയിരിക്കും. നമുക്ക് വേഗം അത് ചെയ്യാൻ തുടങ്ങും. വേഗം നമ്മൾ അത് ചെയ്യും. അവസാനം നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സാധനം ലേൺ ചെയ്യും. ഈ തിയറിയെ വിളിക്കുന്ന പേരാണ് ലേണിംഗ് ബൈ ട്രയൽ ആൻഡ് എറർ. മനസ്സിലായോ? സെറ്റാണോ? അപ്പൊ ലേണിംഗ് ബൈ ട്രയൽ ആൻഡ് എറർ എന്ന് പറയുമ്പോൾ ആരെ ഓർക്കണം? പൂച്ച സാറിനെ ഓർക്കണം. പൂച്ച സാറിനെ പിടിച്ചാണ് ആരെ എക്സ്പെരിമെന്റ് ചെയ്തത്? നമ്മുടെ തോണ്ടയ്ക്ക് എക്സ്പെരിമെന്റ് ചെയ്തത്. മനസ്സിലായോ? വേണേ നമ്മൾ നേരത്തെ ചിക്കൻ കഴിക്കുന്ന എക്സ്പെരിമെന്റ് പറഞ്ഞില്ലയോ? അതിനകത്ത് പൂച്ച സാറിനെ കൊണ്ടൊന്ന് കണക്ട് ചെയ്തേ. പൂച്ച സാറ് ചിക്കൻ കഴിക്കാൻ ട്രൈ ചെയ്തപ്പോൾ എല്ല് തൊണ്ടയ്ക്ക് കുടുങ്ങി. അപ്പം പൂച്ച സാറായി. ട്രയൽ ആൻഡ് എററിന്റെ ട്രൈ വന്നു. തോണ്ടയ്ക്കും വന്നു. എല്ല് തൊണ്ടയ്ക്കിനകത്ത് ആരെ കണക്ട് ചെയ്യാൻ പറ്റും? തോണ്ടയ്ക്കിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ലേണിംഗ് ബൈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആരാ കൊണ്ടുവന്നത്? തോണ്ടയ്ക്ക്. സെറ്റാണോ? അടുത്തേക്ക് പോവാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ തിയറി എന്ന് പറഞ്ഞാൽ ഇൻസൈറ്റ്. ലേണിംഗ് ബൈ ഇൻസൈറ്റ്.
ലേണിംഗ് ബൈ ഇൻസൈറ്റ്. ആരാ കൊണ്ടുവന്നേ? കോഹ്ലർ എന്ന് പറയുന്ന ആളാണ് എന്തുകൊണ്ടിരുന്നത്? ലേണിംഗ് ബൈ ഇൻസൈറ്റ് കൊണ്ടുവരുന്ന ആരാണ്? കോഹ്ലർ എന്ന് പറയുന്ന ആളാണ്. ആളെന്താ ചെയ്തതെന്ന് അറിയാവോ? ആൾക്ക് പൂച്ചസാറിനെ ഒന്നും പിടിക്കാൻ സമയമില്ലായിരുന്നു. ആൾ എന്ത് ചെയ്ത്? ഒരു ചിമ്പാൻസിയെ പിടിച്ച്. ആരെ പിടിച്ച്? ചിമ്പാൻസിയെ പിടിച്ചിട്ട് ആൾ എന്ത് ചെയ്യുന്നറിയാവോ? ഒരു വലിയ കൂട്ടിനകത്തിട്ട് എന്നിട്ട് ആ കൂട്ടിനകത്ത് എന്ത് ചെയ്യുന്നറിയാം? അതാണ്ട് ഒരു ബോക്സ് അങ്ങോട്ട് വെച്ചു. കൂട്ടിനകത്ത് എന്ത് ചെയ്തു? ഒരു ബോക്സ് അങ്ങോട്ട് വെച്ചു. അതുപോലെ പൂച്ച എന്ത് ചെയ്തു? കുറച്ച് പഴം എന്ത് ചെയ്ത്? മണ്ടയ്ക്ക് കെട്ടി തൂക്കിയിട്ട് കോഹ്ലർ എന്ത് ചെയ്തു? ചിമ്പാൻസിയെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? ഒരു കൂട്ടിനകത്തിട്ടിട്ട് എന്ത് ചെയ്തു? ഒരു ബോക്സും അതിനകത്ത് വെച്ച് മുകളിൽ കുറച്ച് പഴവും കെട്ടി തൂക്കിയിട്ട്. ഈ കമ്പ് അതിനകത്ത് ഇല്ലായിരുന്നു കേട്ടോ. ഈ കമ്പ് എവിടുന്ന് വന്നോ എന്തോ. എവിടുന്നോ വന്നൊരു കമ്പ്. അതെന്തോ നിങ്ങൾ മാറ്റി കളഞ്ഞേരെ. കമ്പില്ല. കമ്പ് വേണ്ട. കമ്പാണ്ട് വെട്ടി. കമ്പിനെ നമ്മൾ വെട്ടി. ഓക്കെ. അപ്പൊ ദേ എന്നിട്ട് എന്ത് ചെയ്യാന്നറിയാമോ? ആള് നോക്കിക്കൊണ്ടിരുന്നു എങ്ങനെ ഈ ചിമ്പാൻസി ഈ പഴം തിന്നുവെന്ന്. ചിമ്പാൻസി എന്ത് ചെയ്തു? പഴം തിന്നുവെന്ന് നോക്കിയിരുന്നു. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ചിമ്പാൻസി ആദ്യമൊക്കെ ഒന്ന് ചാടി നോക്കി. ചിമ്പാൻസിക്ക് മനസ്സിലായി എത്തത്തില്ലെന്ന്. അങ്ങനെ ചിമ്പാൻസി എന്ത് ചെയ്ത്? ആ ഒരു ഹോൾ സിറ്റുവേഷനെ അനലൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചിമ്പാൻസിക്ക് മനസ്സിലായി ആ ഒരു ബോക്സ് അവിടെ കിടപ്പുണ്ട്. അപ്പൊ ആ ബോക്സ് എടുത്തിട്ട് അതിന്റെ മണ്ടയ്ക്ക് കയറിയുന്ന ആർക്ക് എടുക്കാൻ പറ്റി? ഈ പഴത്തെ. ചിമ്പാൻസിക്ക് ഈ പഴത്തിനെ എടുക്കാൻ പറ്റും. മനസ്സിലായോ? ചിമ്പാൻസി എന്ത് മനസ്സിലാക്കി? ആ ഒരു ബോക്സ്, ആ ഒരു ഹോൾ സിറ്റുവേഷൻ എന്ത് ചെയ്തു? അനലൈസ് ചെയ്തു, സ്റ്റഡി ചെയ്തു. ആ ഒരു ഹോൾ സിറ്റുവേഷനെ സ്റ്റഡി ചെയ്തിട്ട് ചിമ്പാൻസിക്ക് എന്ത് മനസ്സിലായി? ആ ഒരു ബോക്സ് എടുത്തിട്ട് അതിന്റെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പഴം എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് ആ പഴം എടുക്കാം എന്ന് ചിമ്പാൻസിക്ക് മനസ്സിലായിട്ട് ചിമ്പാൻസി എന്ത് ചെയ്തു? ആ ബോക്സിന്റെ മണ്ടയ്ക്ക് കയറിയിട്ട് ഈ പഴത്തെ എടുത്തു. എന്തെടുത്തു? ഈ പഴത്തെ എടുത്തു. മനസ്സിലായോ? അപ്പൊ ചിമ്പാൻസി എങ്ങനെ എടുത്തെന്ന് മനസ്സിലായോ? ചിമ്പാൻസി എന്തോ ചെയ്തേ? ചിമ്പാൻസി ബോക്സിന്റെ മണ്ടയ്ക്ക് കയറി നിന്നിട്ട് എന്ത് ചെയ്തു? ആ പഴത്തെ എടുത്തു. അപ്പം ഇത് തന്നെയാണ് തിയറിയും. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലേണിംഗ് ഓർ പ്രോബ്ലം സോൾവിംഗ് ദാറ്റ് ഹാപ്പൻസ് ഇൻ all of a sudden by understanding the relationship between various parts of the problem. ആ ഒരു പ്രോബ്ലത്തിന്റെ വേരിയസ് പാർട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ പ്രോബ്ലത്തെ എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണെന്ന് പറയുന്നത് ലേണിംഗ് ബൈ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലേണിംഗ് ഓർ പ്രോബ്ലം സോൾവിംഗ് ദാറ്റ് ഹാപ്പൻസ് all of a sudden, പെട്ടെന്നുണ്ടാവുന്നതാണ്, ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയസ് പാർട്സ് ഓഫ് ദ പ്രോബ്ലം. ആ ഒരു സിറ്റുവേഷൻ. അപ്പൊ ചിമ്പാൻസി ആ ഒരു സിറ്റുവേഷനെ മൊത്തത്തിൽ അനലൈസ് ചെയ്തു. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്തു, അല്ലെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തു, മനസ്സിലാക്കി. അതിനുശേഷം എന്ത് ചെയ്തു? ആ ബോക്സ് എടുത്തിട്ട് അതിന്റെ മണ്ട കയറി എടുത്തു. അല്ലാതെ ചിമ്പാൻസി പൂച്ചസാർ ഇതിന്റെ കൂട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി പഴം എടുത്തേതോ അല്ല. പൂച്ചസാർ ചെയ്ത മാതിരി അല്ല ചെയ്തത്. ചിമ്പാൻസി എന്ത് ചെയ്തു? കറക്റ്റായിട്ട് ആ സിറ്റുവേഷനെ അനലൈസ് ചെയ്ത് ആ ഒരു സിറ്റുവേഷൻ തമ്മിലുള്ള അവിടുത്തെ പ്രോബ്ലംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്തത്? ആ ബോക്സിന്റെ മണ്ട കയറിയിട്ട് ആ പഴം എടുത്തത്. മനസ്സിലായോ? അപ്പം ആരാണ് ഈ ലേണിംഗ് ബൈ ഇൻസൈറ്റ് കൊണ്ടുവന്നത്? കോഹ്ലർ ആണ്. ആരാ കൊണ്ടുവന്നത്? കോഹ്ലർ. ഓക്കെ. സെറ്റല്ലേ? അടുത്തയിലോട്ട് വാ. മൂന്നാമത്തെ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സർവേഷൻ ആണ്. മൂന്നാമത്തെ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സർവേഷൻ. ലേണിംഗ് ബൈ ഒബ്സർവേഷൻ. ഇത് കൊണ്ടുവന്ന ആളാരാന്നറിയാമോ മക്കളെ? ആൽബർട്ട് ബന്ദൂരയാണ് എന്തുകൊണ്ടിരുന്നത്? ഈ തിയറി കൊണ്ടുവരുന്നത്. ഈ തിയറി പ്രകാരം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിറ്റുവേഷൻ കാണുന്നു, അല്ലെങ്കിൽ ഒരു പ്രോസസ്, അല്ലെങ്കിൽ ഒരു ബിഹേവിയറെ നമ്മൾ വാച്ച് ചെയ്യുന്നു. മറ്റൊരാളുടെ ഒരു ബിഹേവിയറെ നമ്മൾ വാച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് മെമ്മറൈസ് ചെയ്യും, അത് ഓർത്തെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അത് മിമിക് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ കൊച്ചു പിള്ളേരൊക്കെ നമ്മൾ വലിയ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു, അതുപോലെ ചെയ്യാറില്ലേ? അതിനെയാണ് എന്ത് പറയുന്നത്? ആ ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് ഓഫ് ലേണിംഗ് ആണ് ഏത്? ലേണിംഗ് ബൈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു സാധനം ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ അതിനെ മെമ്മറൈസ് ചെയ്തിട്ട് അതിനെ മിമിക് ചെയ്യും, അതുപോലെ ആക്ട് ചെയ്യും, അതുപോലെ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ആ പ്രോസസ്സ് ലേൺ ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? ലേണിംഗ് ബൈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ലേണിംഗ് ബൈ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പ്രോസസ്സ് വാച്ച് ചെയ്തിട്ട് അത് മെമ്മറൈസ് ചെയ്തിട്ട് പിന്നീട് അത് മിമിക് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ലേണിംഗ് ബൈ ഒബ്സർവേഷൻ. ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യം വാച്ച് ചെയ്യണം, ഓരോ ഇത് ഒബ്സർവ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒബ്സർവ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് ഒബ്സർവ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ ഒബ്സർവ് ചെയ്യണം മറ്റൊരാളുടെ. എന്നിട്ട് അത് നമ്മൾ മിമിക് ചെയ്യുന്നു, അതുപോലെ നമ്മൾ ആക്ട് ചെയ്യുകയോ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കൊച്ചു പിള്ളേർ ഓരോരോ സാധനങ്ങൾ നമ്മളെ പേരൻസ് ചെയ്യുന്ന പോലെ ചെയ്യത്തില്ലേ? അതേപോലെ കൊച്ചു പിള്ളേർ ഇപ്പൊ ടീച്ചറും കുട്ടിയെ കളിക്കത്തില്ലയോ?
ടീച്ചറും കുട്ടി അമ്മയും കുഞ്ഞും ഒക്കെ കളിക്കുന്നുണ്ടോ, പാവയൊക്കെ എടുത്ത് വെച്ചിട്ട്. അതൊക്കെ ഏതാണ്? ഈ ലേണിംഗ് ബൈ ഒബ്സർവേഷൻ ആണ്. അപ്പൊ നമ്മൾ അമ്മമാരൊക്കെ കൊച്ചു കുട്ടികളെ ഉറക്കുന്നതൊക്കെ ഇവർ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരത് കണ്ടിട്ടാണ് പാവ എടുത്ത് വെച്ചിട്ട് അതുപോലെ എന്ത് ചെയ്യുന്നത്, മിമിക് ചെയ്യുവാണ്, അതേപോലെ അവർ ആക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് അവർ ആ പ്രോസസ്സ് ലേൺ ചെയ്യുന്നത്. അതുപോലെ ടീച്ചറും കുട്ടി കളിക്കുന്നുണ്ടില്ലേ, കുഞ്ഞു 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 അരിയും കൂട്ടാനും കളിക്കും. അങ്ങനെ പല 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 കൊച്ചു പിള്ളേർ കളിക്കുന്ന പല കളികളും എങ്ങനെയാണ്? ഈ ലേണിംഗ് ബൈ ഒബ്സർവേഷൻ വഴിയാണ്. അപ്പൊ അവർ ആ സിറ്റുവേഷനെ ഒബ്സർവ് ചെയ്യും, എന്നിട്ട് അവർ അതേപോലെ എന്ത് ചെയ്യും, മിമിക് ചെയ്യും. മനസ്സിലായോ? മനസ്സിലായോ? അതാണ് മൂന്നാമത്തെ തിയറി ആയിട്ടുള്ള ലേണിംഗ് ബൈ ഒബ്സർവേഷൻ. ലേണിംഗ് ബൈ ഒബ്സർവേഷൻ. അപ്പൊ ഇനി അടുത്തത് 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 അപ്പൊ 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെ നമ്മൾ പഠിച്ചു ഒന്ന് റിമെമ്പർ ചെയ്തേ, ഒന്ന് ഓർത്തെ. പറഞ്ഞേ. ഒന്നാമത്തെ ഏതായിരുന്നു? ലേണിംഗ് ബൈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. കൊണ്ടുവന്ന ആളുടെ പേരെന്തുവാ? തോണ്ടൈക്ക്. അടുത്ത ലേണിംഗ് ബൈ ഇൻസൈറ്റ്. കൊണ്ടുവന്ന ആളുടെ പേരെന്തുവാ? കോഹ്ലർ. മൂന്നാമത്തെ എന്തുവാ? ലേണിംഗ് ബൈ ഒബ്സർവേഷൻ. കൊണ്ടുവന്ന ആളുടെ പേരെന്തുവാ? ആൽബർട്ട് ബെന്തൂര. ഓക്കെ അല്ലേ? സെറ്റല്ലേ? പറയട്ടെ. ലേണിംഗ് ബൈ കണ്ടീഷനിങ്. നമ്മുടെ 4ാമത്തെ തിയറിയുടെ പേരെന്താണ്? ലേണിംഗ് ബൈ കണ്ടീഷനിങ്. ഇതിൽ തന്നെ 2 തിയറി പറയുന്നുണ്ട്. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ട്, ഒപ്പാരന്റ് കണ്ടീഷനിങ് ഉണ്ട്. രണ്ടു പേരുടെ തിയറീസ് ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ട്, ഒപ്പാരന്റ് കണ്ടീഷനിങ് ഉണ്ട്. ഓരോന്നോരോന്നായിട്ട് നോക്കിയാലോ. ഒന്നാമത്തെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഒന്നാമത്തെ പേരെന്താണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇത് കൊണ്ടുവന്ന ആളുടെ പേര് ഇവാൻ പാവ്ലോവ് എന്നാണ്. എന്താണ്? ഇവാൻ പാവ്ലോവ്. നമ്മുടെ തിയറീസിൽ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഇത്, ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. ഇത് കൊണ്ടുവന്ന ആളുടെ പേരെന്താണ്? ഇവാൻ പാവ്ലോവ്. ഇയാൾ ചെയ്ത എന്താണെന്നറിയാവോ? നമ്മുടെ തോണ്ടയ്ക്ക് പൂച്ചയെ വെച്ച് പരീക്ഷണം നടത്തി, കോഹ്ലർ ചിമ്പാൻസിയെ വെച്ച് പരീക്ഷണം നടത്തി. അതേപോണക്ക് നമ്മുടെ പാവ്ലോവ് ആരെ വെച്ച പരീക്ഷണം നടത്തുന്നറിയാവോ? പട്ടിയെ വെച്ചിട്ടാണ് പരീക്ഷണം നടത്തിയത്. പാവ്ലോവ് പട്ടി. പാപ്പ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പാവ്ലോവ് പട്ടി. പാവ്ലോവ് എന്ത് ചെയ്തു? പട്ടിയെ വെച്ചിട്ട് പരീക്ഷണം നടത്തി. ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാള് പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ നേരത്ത് എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ദിവസം പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ നേരത്ത് മണി അടിച്ചിട്ട് ഫുഡ് കൊടുത്ത്. ഈ മണി കണ്ടോ, ഡിങ് 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 എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുന്ന മണി കണ്ടോ? ഈ മണി അടിച്ചതിന് ശേഷം എന്ത് ചെയ്തു? പട്ടിക്ക് ഫുഡ് കൊടുത്തു. പട്ടി ഫുഡ് കണ്ടു, സ്വാഭാവികമായി പട്ടിയുടെ വായി സലൈവ വന്നു. ഓക്കെ. പിറ്റേ ദിവസവും ഇയാൾ ഇതേപോലെ ചെയ്യുന്നു. ആദ്യമേ ചെന്ന് മണി അടിച്ചു, ഫുഡ് കൊടുത്തു. അപ്പോഴും ഫുഡ് കണ്ടപ്പോൾ പട്ടിയുടെ വായിൽ എന്ത് വന്നു? സലൈവ വന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് വീണ്ടും ഇയാൾ പോയിട്ട് മണി അടിച്ചു, ഫുഡ് കൊടുത്തു. മണി അടിച്ചു, ഫുഡ് കൊടുത്തു. ഇയാൾ ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. മണി അടിച്ചു, ഫുഡ് കൊടുത്തു. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പം എന്ത് ചെയ്തു? ഇയാള് ഫുഡ് ഇല്ലാണ്ട് മണി മാത്രം അടിച്ചു നോക്കി. അപ്പോഴും പട്ടിയുടെ വായി സലൈവ വന്നു. മനസ്സിലായോ? അപ്പോഴും പട്ടിയുടെ വായിൽ എന്ത് വന്നു? സലൈവ വന്നു. അതിൽ നിന്ന് മനസ്സിലാക്കിയ അയാൾ പട്ടി എന്ത് ലേൺ ചെയ്ത് കഴിഞ്ഞു? മണി അടിക്കുന്നത് ഫുഡ് കൊടുക്കാനാണ് എന്ന്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ അവിടെ വെച്ചു. മണി അടിക്കുന്നത് ഫുഡ് കൊടുക്കാനാണ് എന്നുള്ളൊരു സാധനം പട്ടി അയാൾ എന്ത് ചെയ്യിപ്പിച്ചു? പഠിപ്പിച്ചെടുത്തു, ലേൺ ചെയ്യിപ്പിച്ചെടുത്തു. എങ്ങനെ? ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ്. ഈ മണി അടിക്കുന്ന ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഇയാൾ ചെയ്ത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് അയാൾ എന്ത് ചെയ്തത്? ആ പട്ടിയെ ആ സാധനം പഠിപ്പിച്ചെടുത്തത്. നമ്മുടെ പട്ടിയെ ആ സാധനം എന്ത് ചെയ്തെടുത്തത്? പഠിപ്പിച്ചെടുത്തത്. അതായത് ദ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി സേസ് ദാറ്റ് ലേണിംഗ് ഒക്കേഴ്സ് വെൻ എ നാച്ചുറൽ സ്റ്റിമുലസ് ഈസ് പെയർഡ് വിത്ത് എ ന്യൂട്രൽ സ്റ്റിമുലസ് ടു പ്രൊഡ്യൂസ് എ റെസ്പോൺസ്. ഒരു നാച്ചുറൽ സ്റ്റിമുലസിന്റെ കൂടെ ഒരു ന്യൂട്രൽ സ്റ്റിമുലസും നമ്മൾ എന്ത് ചെയ്ത പെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. ഇപ്പൊ അയാൾ എന്ത് ചെയ്തു? അയാൾ നാച്ചുറൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ഫുഡ് കാണിക്കുക എന്നുള്ള സ്റ്റിമുലസിന്റെ കൂടെ അയാൾ എന്ത് ചെയ്തു? മണി അടിച്ച് കേൾപ്പിക്കുന്ന സ്റ്റിമുലസ് കൂടെ പെയർ ചെയ്തു. അങ്ങനെ പെയർ ചെയ്ത് അയാൾ എന്ത് ചെയ്തു? ആ ഒരു റെസ്പോൺസിലേക്ക് എത്തിച്ചു. മനസ്സിലായോ? അയാൾ എന്ത് ചെയ്തു? ഒരു നാച്ചുറൽ സ്റ്റിമുലസിന്റെ കൂടെ എന്ത് പെയർ ചെയ്തു? ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് കൂടെ പെയർ ചെയ്തു. അങ്ങനെ ഒരു റെസ്പോൺസിലേക്ക് എത്തിച്ചു. ഇതാണ് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇത് ആ പട്ടിയുടെ എക്സാമ്പിൾ വെച്ച് നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ അയാൾ എന്താ ചെയ്തേ? പട്ടിക്ക് ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് അയാൾ എന്ത് ചെയ്തു? മണി അടിച്ചു. ഓരോ ദിവസവും പട്ടിക്ക് ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് മണി അടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അയാൾ അത് റിപ്പീറ്റ് ചെയ്ത് ലാസ്റ്റ് പട്ടി എന്ത് ചെയ്തു? അത് ലേൺ ചെയ്തു. എന്ത് ലേൺ ചെയ്തു? മണി അടിക്കുന്നത് ഫുഡ് കൊടുക്കാനാണെന്ന് ലേൺ ചെയ്തു. മണി അടിക്കുന്നത് എന്ത് കൊടുക്കാനാണെന്ന് ലേൺ ചെയ്തു? ഫുഡ് കൊടുക്കാനാണെന്ന് ആര് ലേൺ ചെയ്തു? നമ്മുടെ പട്ടി ലേൺ ചെയ്തു. ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. മനസ്സിലായോ? സെറ്റാണോ? ക്ലാസിക്കൽ കണ്ടീഷനിങ് സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്തതാണ്
അടുത്തതാണ് ഒപ്പാരന്റ് കണ്ടീഷനിങ്. തിയറി ഓഫ് ഒപ്പാരന്റ് കണ്ടീഷനിങ്. ഇത് കൊണ്ടുവന്ന ആളുടെ പേര് BF സ്കിന്നർ എന്നാണ്. BF സ്കിന്നർ. ഇത് കൊണ്ടുവന്ന ആളുടെ പേരെന്താണ്? BF സ്കിന്നർ. ഇയാൾ പറയുന്നത് എന്താണെന്നറിയാമോ? ഇയാൾ അതിനു വേണ്ടിയിട്ട് ഇയാൾ ചെയ്തത്, ഇയാള് ഒരു എലിയെ എടുത്തു. ഇയാൾ എന്തെടുത്തു? ഒരു എലിയെ എടുത്തു. ഈ എലിയെ എടുത്ത് നമ്മുടെ പൂച്ചസാറിനെ കൂട്ടിലിട്ട മാതിരി എലിയെ പിടിച്ച് കൂട്ടിലിട്ടു. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയാവോ? പൂച്ചസാറിന് ഫ്രണ്ടിൽ മീനെ വെച്ചു കൊടുത്ത പോലെ ഫ്രണ്ടിൽ കൊണ്ട് ഫുഡ് വെച്ചില്ല. ഫുഡ് കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു ബോക്സിനകത്ത് അടച്ചു വെച്ചു. അത് എലിക്ക് ഫുഡ് കാണാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്തു? ബോക്സിനകത്ത് അടച്ചു വെച്ചു. എന്നിട്ട് അതിനകത്ത് ഒരു ലിവറും സെറ്റ് ചെയ്തു. ഈ ലിവറിനകത്ത് നമ്മുടെ എലി ഞെക്കുന്നതിനനുസരിച്ച് അതിനകത്ത് ഓരോരോ പെല്ലറ്റ് ആയിട്ട് ഫുഡ് വരാൻ തുടങ്ങി. ഫുഡ് പെല്ലറ്റ്സ് അയാൾ വെച്ചത്. അയാൾ എന്താ വെച്ചത്? ഫുഡ് പെല്ലറ്റ്സ് വെച്ചത്. അപ്പൊ ഓരോ പ്രാവശ്യം എലി പോയിട്ട് ഈ സ്വിച്ചിൽ ഞെക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഓരോരോ പെല്ലറ്റ് ആയിട്ട് ഫുഡ് വരാൻ തുടങ്ങി. അപ്പൊ എലി എന്ത് ചെയ്തു? എലിയെ കൂട്ടിട്ട് അടച്ചപ്പോൾ എലി റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടാൻ തുടങ്ങി. എപ്പോഴോ ലിവറിൽ തട്ടിയപ്പോൾ ഫുഡ് വന്നു. അപ്പൊ ഒരു റിവാർഡ് കിട്ടി എലിക്ക്. എലി എന്തോ ചെയ്തതിന്റെ ഒരു റിവാർഡ് പോലെ എനിക്ക് തോന്നി. അപ്പൊ എലി എന്ത് ചെയ്തു? പിന്നെയും ചെയ്തു. പിന്നെ ലിവറിൽ തട്ടി പിന്നെയും ഫുഡ് കിട്ടി. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി, ഇത് തട്ടി അങ്ങനെ 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 എലി എന്ത് ചെയ്തു? അത് ലേൺ ചെയ്തു. ഇതിൽ തട്ടിയാൽ ഫുഡ് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ തട്ടണം എന്നൊരു സാധനം എന്ത് ചെയ്തു? ലേൺ ചെയ്തു. അപ്പൊ അതൊരു റിവാർഡിലൂടെയാണ് കിട്ടിയത്. എലി ഇവിടെ ഫുഡ് കണ്ടില്ല. എനിക്ക് ഇവിടെ റെസ്പോൺസിന് ശേഷമാണ് ഒരു സ്റ്റിമുലസ് കിട്ടിയത്. ആ ഒരു ഫുഡ് കിട്ടിയത് ഒരു റിവാർഡായിട്ടാണ് കിട്ടിയത്. പ്രവൃത്തി ചെയ്തതിന് ശേഷമാണ് കിട്ടുന്നത്. ഇത് നമുക്ക് കൺഫ്യൂഷൻ വരാം ആരുമായിട്ട്, നമ്മുടെ തുടക്കത്തിലുള്ള മറ്റേ സാധനമായിട്ട്. ഏതാ തോണ്ടൈക്കിന്റെ എക്സ്പെരിമെന്റ് ആയിട്ട് കൺഫ്യൂഷൻ വരാം. രണ്ടും ഒരുപോലെ അല്ലേ സാറേ എന്ന് ചോദിക്കാം. രണ്ടും ഒരുപോലല്ല, രണ്ടിലും വ്യത്യാസമുണ്ട്. ആദ്യത്തേൽ എന്തായിരുന്നു? പൂച്ച ഫുഡ് കണ്ടു. ആ ഫുഡ് എടുക്കാൻ വേണ്ടിയുള്ള വെപ്രാളത്തിലാണ് ഇത് തുറന്നത്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഫുഡ് കണ്ടിട്ടില്ല. ഇവിടെ എലി എന്ത് ചെയ്തിട്ടില്ല? ഫുഡ് കണ്ടിട്ടില്ല. എലി എന്ത് ചെയ്യുന്നുള്ളൂ? എലി എന്തോ ചെയ്തപ്പോൾ ഫുഡ് കിട്ടി. അപ്പോൾ എലി വീണ്ടും അത് ചെയ്യാൻ ശ്രമിച്ചു. ഫുഡ് കിട്ടി. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് എലി എന്ത് ചെയ്തു? അത് ലേൺ ചെയ്തു. എന്തുവാ ലേൺ ചെയ്തേ? ആ ഒരു ലിവറിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലിവറിൽ തട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഫുഡ് കിട്ടും എന്നൊരു സാധനം എലി ലേൺ ചെയ്തു. ഇത് തന്നെയാണ് നമ്മുടെ സ്കിന്നറും പറയുന്നത്. ഇത് തന്നെയാണ്. ആള് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, Operant conditioning theory says that learning develops through rewards and punishments for a specific behavior. ഒരു സ്പെസിഫിക് ബിഹേവിയർ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് റിവാർഡ്സും പണിഷ്മെന്റും കൊടുക്കുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സ്പെസിഫിക് ബിഹേവിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ? ത്രൂ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കൊച്ചുകുട്ടി ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ശിക്ഷിക്കും, അടിക്കും. എന്തുകൊണ്ടാണ് അടിക്കുന്നേ? അത് പിന്നീട് അത് ചെയ്യാതിരിക്കാൻ. അപ്പൊ ഒരു പണിഷ്മെന്റ് കിട്ടിയപ്പോൾ അതിന് മനസ്സിലായി ഇത് ചെയ്തുകൂടാ. ചെയ്തു കഴിഞ്ഞാൽ അടി കിട്ടും എന്നൊരു സാധനം അത് ലേൺ ചെയ്ത്. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ലേൺ ചെയ്യത്തില്ല. കാരണം എന്തിനാ അടി കിട്ടിയത് മനസ്സിലായി കാണത്തില്ല. ഒരു 2-3 പ്രാവശ്യം ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് മനസ്സിലാവും അത് ചെയ്തു കഴിഞ്ഞാൽ അടി കിട്ടും. അതേപോലെ ഇപ്പൊ ഫുൾ A+ മേടിക്കുന്ന ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ ഫുൾ മാർക്ക് മേടിക്കുന്ന ഒരു കുട്ടിക്ക് സാറുമാർ എന്ത് ചെയ്യും? മുട്ടായി വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പേന വാങ്ങിച്ചു കൊടുക്കും, അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ആ കുട്ടികളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ അത് ഒരു പിന്നീടും വീണ്ടും അതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിവാർഡ് കൊടുക്കുവാണ്. അല്ലെങ്കിൽ വീണ്ടും അത് ചെയ്താൽ അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലാവും, വീണ്ടും ഫുൾ മാർക്ക് മേടിച്ചാൽ വീണ്ടും റിവാർഡ് കിട്ടും. അപ്പൊ എന്ത് ചെയ്യും? ആ കുട്ടി അത് ലേൺ ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞാൽ റിവാർഡ് കിട്ടും, അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള സാധനം ചെയ്തു കഴിഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടും എന്ന് ആര് ലേൺ ചെയ്യും? കുട്ടി ലേൺ ചെയ്യും. ഇതാണ് ആര് പറഞ്ഞത്? നമ്മുടെ സ്കിന്നർ പറഞ്ഞ ഒപ്പാരന്റ് കണ്ടീഷനിങ്. ആര് പറഞ്ഞത്? സ്കിന്നർ പറഞ്ഞ ഒപ്പാരന്റ് കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഇത് ഓർത്തിരിക്കാനും കോഡുണ്ട്. സ്കിൻ എന്ന് പറഞ്ഞാൽ എന്തോ? സ്കിന്നിന്റെ മലയാളം എന്തുവാ? സ്കിന്നിന് നമ്മൾ ത്വക്കെന്ന് പറയും. തൊക്ക്. പക്ഷെ ചില നാട്ടുകളിൽ തൊലി എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ചീത്ത വിളിച്ചല്ല, തൊലി എന്ന് പറയും ചില നാട്ടുകളിൽ സ്കിന്നിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്കിന്നർ, തൊലി, എലി അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. തൊലി എലി അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ അതാണ് സ്കിന്നർ. അപ്പൊ ആരാ കൊണ്ടുവന്നത്? ഒപ്പാരന്റ് കണ്ടീഷനിങ് ആരാ കൊണ്ടുവന്നത്? സ്കിന്നർ ഏത് മൃഗമായിട്ടാ പരീക്ഷണം നടത്തിയത്? എലി. സ്കിൻ എന്ന് പറഞ്ഞാൽ തൊലി. എന്തുമായിട്ട് പരീക്ഷണം നടത്തി? എലി. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ ആണോ? സെറ്റ് ആണോ? അപ്പൊ ഒപ്പാരന്റ് കണ്ടീഷനിങ് എന്താണ്? ഒപ്പാരന്റ് കണ്ടീഷനിങ് തിയറി സേസ് ലേണിംഗ് ഡെവലപ്സ് ത്രൂ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ് ഫോർ സ്പെസിഫിക് ബിഹേവിയർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും പഠിച്ചു, ഒപ്പാരന്റ് കണ്ടീഷനിങ്ങും പഠിച്ചു. ക്ലാസിക്കൽ കണ്ടീഷനിങ് കൊണ്ടുവന്ന ആരായിരുന്നു? ഇവാൻ പാവ്ലോവ്.
ഒപ്പാരന്റ് കണ്ടീഷനിങ് കൊണ്ടുവന്ന എന്താണ്? ആരാണ്? BF സ്കിന്നർ. അപ്പം ഈ സ്കിന്നറിന്റെ ഈ എലിയുടെ സ്ഥാനത്തിന് സ്കിന്നർ ബോക്സ് എന്നൊക്കെ പറയും. റാറ്റിനെ സ്കിന്നർ ബോക്സ് എന്നൊക്കെ പറയും. അതൊന്നും നമ്മൾ കൂടുതൽ ഡീപ്പായിട്ടൊന്നും അത്രയൊന്നും അറിഞ്ഞിരിക്കണ്ട. നമുക്കിപ്പോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ എന്താണ് BF സ്കിന്നർ പറഞ്ഞ എന്താണ്? ഒപ്പാരന്റ് കണ്ടീഷനിങ് അയാൾ പറഞ്ഞ എന്താണ്? ഒപ്പാരന്റ് കണ്ടീഷനിങ് ഒരു 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 സ്പെസിഫിക് ബിഹേവിയർ ലേൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് റിവാർഡിലൂടെയും പണിഷ്മെന്റിലൂടെയും പറ്റും. റിവാർഡിലൂടെയും പണിഷ്മെന്റിലൂടെയും എന്ത് ലേൺ ചെയ്യാൻ പറ്റും? ഒരു സ്പെസിഫിക് ബിഹേവിയർ ലേൺ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്തതിലോട്ട് പോയാലോ? അടുത്ത അഞ്ചാമത്തെയാണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ എന്താണ്? ലേണിംഗ് ബൈ ഡൂയിങ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ലേണിംഗ് ടൈപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ലേൺ ചെയ്യുന്ന, ഏറ്റവും പെട്ടെന്ന് നമ്മൾ ലേൺ ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ലേണിംഗ് ബൈ ഡൂയിങ്. ഇത് കൊണ്ടുവന്നത് ജോൺ ഡെവി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഇത് കൊണ്ടുവന്ന ആളുടെ പേരെന്താണ്? ജോൺ ഡെവി. ഇയാൾ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു 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 സാധനം ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ വേഗം പഠിക്കും എന്ന് പറഞ്ഞു. നമുക്കറിയാം, നമ്മളിപ്പോ ഒരു സാധനം ചെയ്തു പഠിക്കുവാണെങ്കിൽ നമുക്ക് അത് വേഗം പഠിക്കാൻ പറ്റും. ഇല്ലേ? അല്ലേ? ശരിയല്ലേ? നമ്മളൊരു സാധനം ചുമ്മാ വായിച്ചു പഠിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടു പഠിക്കുന്നത്, അല്ലെങ്കിൽ കേട്ട് പഠിക്കുന്നത്, അതിനെക്കാട്ടിലൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അല്ലെങ്കിൽ വളരെ വളരെ വേഗം നമ്മൾ ഓർത്തിരിക്കുന്ന കാര്യമില്ലേ നമ്മൾ ചെയ്തു പഠിച്ചു കഴിഞ്ഞാൽ? ഇപ്പൊ എല്ലാവരും പറയും മാത്തമാറ്റിക്സ് ഒക്കെ ചെയ്തു പഠിക്കണം, ചെയ്തു പഠിക്കണം. എന്തുകൊണ്ടാണ് ചെയ്തു പഠിക്കണം എന്ന് പറയുന്നത്? മാത്സ് ഒക്കെ വായിച്ചു പഠിച്ചാലുള്ള പ്രശ്നം എന്താണ്? നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല, നമ്മൾ മറന്നുപോകും. പക്ഷെ നമ്മൾ ചെയ്തു പഠിച്ചാൽ നമ്മളത് വേഗം പഠിക്കും. അതുപോലെ നമ്മളത് മറക്കത്തില്ല. അത് തന്നെയാണ് ഇയാളും പറയുന്നത്. നമ്മളൊരു സാധനം പഠിക്കുമ്പോൾ അത് ചെയ്തു പഠിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളത് പിന്നീട് മറക്കത്തില്ല, നമ്മളത് എപ്പോഴും ഓർത്തിരിക്കും. ഇതൊരു ചൈനീസ് പ്രോവർബ് പറയുന്നുണ്ട്, ഇഫ് ഐ ഹിയർ ഐ ഫോർഗെറ്റ്. നമ്മളത് കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? മറന്നുപോകും. ഇഫ് ഐ സീ ഐ റിമെമ്പർ. നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഓർത്തെടുക്കാൻ പറ്റും. ഇഫ് ഐ ഡു ഐ നോ. നമ്മളത് ചെയ്താലോ നമുക്കത് അറിയാം. പിന്നെ ഒന്നുമില്ല, നമ്മളത് സെറ്റാണ്. പിന്നെ നമുക്കൊരു പ്രശ്നമില്ല. നമ്മളത് ചെയ്തു പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് പിന്നെ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇതാണ് ഏത് തിയറി പറയുന്നത്? ലേണിംഗ് ബൈ ഡൂയിങ് പറയുന്നത്. ഏത് തിയറിയാ പറയുന്നത്? ലേണിംഗ് ബൈ ഡൂയിങ്. ഇനി അടുത്തതിലോട്ട് പോട്ടെ. നമ്മുടെ ലാസ്റ്റിലത്തെ തിയറി ലേണിംഗ് തിയറീസ് ഓഫ് ലേണിംഗിലെ ലാസ്റ്റിലത്തെ തിയറി ലേണിംഗ് ബൈ റിമെമ്പറിങ്. ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, റിമെമ്പറിങ് എന്ന് പറയുന്നത് ഒരു അണ്ടർസ്റ്റാൻഡിങ്, റിട്ടൻഷൻ ആൻഡ് റീകാൾ പ്രോസസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു സാധനം ഓർത്തെടുക്കണമെന്ന് വെച്ചോ, നമുക്കൊരു സാധനം റിമെമ്പർ ചെയ്യണം, ഓർത്തെടുക്കണം. അതിനു മുമ്പ് നമ്മൾ ആ സാധനം മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ നമ്മളത് റീറ്റെയിൻ ചെയ്തിരിക്കണം നമ്മുടെ ബ്രെയിനിൽ. എന്നിട്ടത് റീകാൾ ചെയ്യണം നമുക്ക് ആവശ്യമുള്ള സമയത്ത്. എന്നാലേ അതിനെ റിമെമ്പറിങ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായേ? ഇപ്പൊ നമുക്കിപ്പോ ഒരാളുടെ മുഖം ഓർത്തെടുക്കണം, നമ്മൾ ആ ആളുടെ മുഖം മനസ്സിലാക്കിയിരിക്കണം. അല്ലെ, പണ്ടെപ്പോഴും നമ്മൾ കണ്ട ആ ഒരു മുഖം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് നമ്മുടെ ഇതുണ്ടായിരിക്കണം, ബ്രെയിനിൽ റീറ്റെയിൻ ചെയ്തിരിക്കണം. എന്നാലേ നമുക്കത് പിന്നെ റീകാൾ ചെയ്യുമ്പോൾ നമുക്കത് ഓർമ്മ വരത്തുള്ളൂ, നമുക്ക് ആവശ്യമുള്ള സമയത്ത്. അതുപോലെ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്ക്, അപ്പം റിമെമ്പറിങ് ഈസ് ദ പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, റിട്ടൻഷൻ ആൻഡ് റീകാൾ. ലേണർ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എ കൺസെപ്റ്റ്, റീറ്റെയിൻ ഇറ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആൻഡ് ദെൻ റീകാൾ ദ കൺസെപ്റ്റ് വെൻ ഇറ്റ് ഈസ് നീഡഡ്. ലേണർ എന്ത് ചെയ്തിരിക്കണം? ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ അത് ബ്രെയിനിൽ എന്ത് ചെയ്തിരിക്കണം? ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് റീറ്റെയിൻ ചെയ്തിരിക്കണം. അതുപോലെ അത് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് അത് റീകാൾ ചെയ്യാനും പറ്റണം. എന്നാലേ നമുക്ക് അതിനെ റിമെമ്പറിങ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ലേണിംഗ് ബൈ റിമെമ്പറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചൊരു സാധനം വീണ്ടും ഓർത്തെടുത്തിട്ട് പഠിച്ചെടുക്കുക. അതിനാണ് എന്താ പറയുന്നത്? ലേണിംഗ് ബൈ റിമെമ്പറിങ് പറയുന്നത്. ഇതാണ് നമ്മുടെ തിയറീസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ആ ക്ലാസിക്കൽ കണ്ടീഷനിങ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് മാത്രമല്ല, തിയറി ഓഫ് കണ്ടീഷനിങ്, ലേണിംഗ് ബൈ കണ്ടീഷനിങ്, ആ തിയറി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ്. 5 മാർക്ക് ഇത് മാത്രം വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ അല്ലേ? സെറ്റാണോ? അപ്പൊ നമ്മൾ 6 തിയറി പഠിച്ചു. ഏതൊക്കെയാ? ഓർമ്മയുണ്ടോ? പറഞ്ഞേ, ഏതൊക്കെയാ നമ്മുടെ തിയറീസ്? പറ. ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ എന്തായിരുന്നു? ലേണിംഗ് ബൈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. രണ്ടാമത്തെ എന്തായിരുന്നു? ഇൻസൈറ്റ്, ലേണിംഗ് ബൈ ഇൻസൈറ്റ്. ഓർത്തെടുക്ക്, ലേണിംഗ് ബൈ ഇൻസൈറ്റ്. മൂന്നാമത്തെ എന്തായിരുന്നു? ആ മൃഗങ്ങളെ ഓർത്ത് വെച്ചാൽ ഒന്നാമത്തത് പൂച്ച സാർ, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. കൊണ്ടുവന്ന ആളുടെ പേര് എല്ല് തൊണ്ടയ്ക്ക് കുടുങ്ങി,
പൂച്ച ചിക്കൻ കഴിച്ചപ്പോൾ എല്ല് തൊണ്ടയ്ക്ക് കുടുങ്ങി. EL തോണ്ടൈക്ക്, തോണ്ടൈക്ക്. പിന്നെ രണ്ടാമത്തെ ആരാ? ഇൻസൈറ്റ് ആണ്. ലേണിംഗ് ബൈ ഇൻസൈറ്റ്. ചിമ്പാൻസി ഓർമ്മ വരണം. ചിമ്പാൻസി. കൊണ്ടുവന്ന ആളുടെ പേര് കോഹ്ലർ. കൊണ്ടുവന്ന ആളുടെ പേര് കോഹ്ലർ. കോഹ്ലർ, കോഹ്ലർ. കൊണ്ടുവന്ന ആളുടെ പേര് കോഹ്ലർ. ആളെന്തോ ഏത് മൃഗത്തെ വെച്ച എക്സാമ്പിൾ ഇത് ചെയ്തത്? ചിമ്പാൻസി. ചിമ്പാൻസി. മൂന്നാമത്തെ എന്തുവാ? മൂന്നാമത്തെ എന്തുവാ? പറ. മൂന്നാമത്തെ എന്തുവാ? ലേണിംഗ് ബൈ ഒബ്സർവേഷൻ. മൂന്നാമത്തെ എന്തുവാ? ലേണിംഗ് ബൈ ഒബ്സർവേഷൻ. കൊണ്ടുവന്ന ആരാ? കൊണ്ടുവന്ന ആരാ? ആൽബർട്ട് ബെന്തൂര. ആൽബർട്ട് ബെന്തൂര. ആൽബർട്ട് ബെന്തൂര. അടുത്ത നാലാമത്തെ നാലാമത്തത് തിയറി ഓഫ് കണ്ടീഷനിങ്. രണ്ടെണ്ണം ഉണ്ട്. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ട്, ഒപ്പാരന്റ് കണ്ടീഷനിങ് ഉണ്ട്. ക്ലാസിക്കൽ കണ്ടീഷനിങ് കൊണ്ടുവന്നത് പാവ്ലോവ്. പാവ്ലോവ്. ഏത് മൃഗം? പട്ടി. പട്ടി. പാവ്ലോവ് പട്ടി. പാവ്ലോവ് പട്ടി. പാപ്പ. പാപ്പ. പപ്പയല്ലേ? പപ്പയെന്നൊന്നും വിളിക്കല്ലേ. ആ, പാപ്പ. അടുത്ത ഒപ്പാരന്റ് കണ്ടീഷനിങ്. ഒപ്പാരന്റ് കണ്ടീഷനിങ് കൊണ്ടുവന്ന ആളുടെ പേര് സ്കിന്നർ. സ്കിന്നർ. സ്കിൻ എന്ന് പറഞ്ഞാൽ തൊലി. സ്കിൻ എന്ന് പറഞ്ഞാൽ തൊലി. അപ്പൊ ഏത് മൃഗം? എലി. കണക്ട് ആവുന്നുണ്ടോ? തൊലി, എലി. സ്കിൻ എന്ന് പറഞ്ഞാൽ തൊലി, എലി. അപ്പൊ ഏത് മൃഗം? എലി. അപ്പം ഇനി അടുത്ത അഞ്ചാമത്തേതാ? ലേണിംഗ് ബൈ ഡൂയിങ്. ലേണിംഗ് ബൈ ഡൂയിങ്. ലാസ്റ്റിലത്തേതാ? ലേണിംഗ് ബൈ റിമംബറിങ്. ലേണിംഗ് ബൈ റിമംബറിങ്. കിട്ടുന്നുണ്ടോ? സെറ്റാണോ? അപ്പൊ നമ്മൾ 6 തിയറി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ബാക്കി അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും വരും. ദിസ് ഈസ് നിതിൻ കുമാർ സൈനിങ് ഔട്ട്. അടുത്തതാണ് ലേണിംഗ് ബൈ ഡൂയിങ്. അഞ്ചാമത്തെയാണ് ലേണിംഗ് ബൈ ഡൂയിങ്. ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും അടിപൊളി, ഏറ്റവും ഇമ്പോർട്ടന്റ് ലേണിംഗ് ടെക്നിക്കാണ് ഏതെന്ന് പറയുന്നത്? ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ലേണിംഗ് ബൈ ഡൂയിങ് അതിൽ തന്നെ ഉണ്ട്. എന്താണ്? നമ്മളൊരു സാധനം ചെയ്ത് പഠിക്കുക. നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്ത് പഠിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പഠിക്കാൻ പറ്റും. നമ്മൾ ആ എക്സ്പെരിമെന്റ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. എന്റെ ബാക്കി